ഇന്നിപ്പോൾ കറി വെക്കാനായിട്ട് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞണ്ട് വെച്ചിന്ന് കറി വെക്കാം. ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്തൊക്കെ വെച്ചു. 2 സവാള എടുത്തു, വെളുത്തുള്ളി എടുത്തു, പച്ചമുളക്, ഇഞ്ചി, വേപ്പല, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെച്ച് ഇനി നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിലോട്ട് ചേർക്കാം. ആദ്യം തന്നെ ഒരു ഒരു ടീസ്പൂണും പിന്നെ ഒരു ഇത്തിരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ച് കുരുമുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്താൽ മതി. ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഈ ക്ലീൻ ചെയ്ത ഞണ്ടിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നേ സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് അപ്പം അരിഞ്ഞ് വെച്ച എല്ലാ ചേരുവകളും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മളുടെ പൊടി ഐറ്റംസ് ഞാനൊരു പാത്രത്തിലൊരു ബൗളാക്കി ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തേക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഉപ്പ്, ഞാൻ ഇതിൻ്റെ അകത്ത് റോക്ക് സാൾട്ടാണ് യൂസ് ചെയ്യണത്. അതും ഇട്ടിട്ട് എൻ്റെ കൈ അളവായതുകൊണ്ട് അളവ് പറയണം. അതൊക്കെ നിങ്ങൾ കുറേശ്ശെ ഇത്തിരി ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് പുരട്ടുക. കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം. അത് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു നല്ലൊരു ഞണ്ട് കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റാണിത്. വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കണ്ട. ഗരം മസാലയോ വേറെ ഒരു മസാലയോ ഒന്നും ചേർക്കണ്ട. ഇത് തന്നെ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കാം. കൈ കൊണ്ട് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കയ്യിൽ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇളക്കിയെടുക്കാം. കൈ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെയൊക്കെ കൊമ്പും മുള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണമെങ്കിൽ കൊള്ളാൻ സാധ്യതയുണ്ട്. കൈ മുറിയാനും സാധ്യതയുണ്ട്. പിന്നെ നമുക്കത് അടുപ്പത്ത് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. സാധാരണ ഞാൻ ഞണ്ട് വെക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തിരി ഗ്രേവി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തീ ഓണാക്കുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇപ്പം ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തില്ല, ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുത്തില്ല. അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ആ സവാളയെ വഴറ്റുമ്പോഴുള്ള അതും പിന്നെ അല്ലാതെ ഞണ്ടിയിലും ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളം, അതിൽ തന്നെ ഞണ്ട് റോസ്റ്റായിട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തും ഇത് ചെയ്യണ വിധത്തിൽ ആദ്യം നല്ല തീയിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് സിമ്മിലിടുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് മൂടി വെക്കുക. മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 5-7 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വീണ്ടും തുറക്കുക. വീണ്ടും സിമ്മിലിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വേറെ എങ്ങും എണീറ്റ് പോകരുത്. വേറെ പണിക്കും പോയിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് പണിയൊക്കെ ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കണ്ണ് എപ്പോഴും ഞണ്ടിലോട്ട് വേണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. മൂടി വെക്കുക, ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല മണവും വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണിത്. എൻ്റെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പ്രാവശ്യം എനിക്ക് ഞണ്ട് കറിയൊന്നും വെക്കാനൊന്നും അറിയില്ലായിരുന്നു. ഞണ്ട് അത് പൊളിക്കാനും അറിയില്ലായിരുന്നു. ഇതൊക്കെ എനിക്ക് അപ്പുറത്തെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിനോടാണ് ഞാൻ എൻ്റെ പാചകത്തിൽ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്നത്. ആ ചേച്ചിയും പിന്നെ അല്ലാതെ നല്ലവരായ നാട്ടുകാരാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരോട് എന്ത് ഹെൽപ്പ് ചോദിച്ചാലും അവരെനിക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന് ഞണ്ട് അത് ക്ലീൻ ചെയ്യണം എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് ഈ റെസിപ്പി ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ടാക്കിയപ്പോൾ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞണ്ടൊക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ കൊടുക്കുക. അമ്മയാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് തന്നെ. അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പം എളുപ്പപ്പണി ഞാൻ സവാളയൊക്കെ അരിഞ്ഞു കൊടുക്കുക. അതിപ്പോഴും ഞാൻ ചില സമയത്ത് എളുപ്പപ്പണിയാണ് കേട്ടോ ചെയ്യണത്. ചിലപ്പോൾ ഇടത്തി ചിലപ്പോൾ ചെയ്യുമായിരിക്കുമ്പോൾ ഞാനൊക്കെ തട്ടിക്കൂട്ടി കൊടുക്കും. അപ്പം നമുക്ക് അത്രയും ജോലി ചെയ്യണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അമ്മ ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഗരം മസാലപ്പൊടികളൊന്നും ഇടണ്ടേ, ടേസ്റ്റ് ഉണ്ടാവുമോ? പേടിയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കളറൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ മണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റി ആയിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേറെ ആരും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ആണ് ഇത് ചെയ്തത്. പിന്നെ ഞാൻ അതിൻ്റെ ഗ്രേവിയാണ് എടുത്തത്. എനിക്ക് ഇതിൻ്റെ മാംസം അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ആ ഗ്രേവിയാണ് എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വെക്കണതുകൊണ്ട് ആയതുകൊണ്ട് പറഞ്ഞതല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട്
മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം.